വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൻ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. ഈ വരികൾ ആരുടേതാണെന്ന് പറയേണ്ടതില്ലല്ലോ. കഴിഞ്ഞ ദിവസം പ്രിയ സഹോദരനായ റാപ്പർ വേർഡൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ പുകവലിയും മദ്യപാന ശീലവും ഇപ്പോഴത്തെ മക്കൾക്ക് ഒരു മോശപ്പെട്ട ഇൻഫ്ലുവൻസ് ആണ് അത് കൊടുക്കുന്നെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. പുതിയ മനുഷ്യനായിട്ട് മാറാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരു സുബോധം വന്ന മനുഷ്യൻ്റെ വാക്കുകൾ പോലെ ആയിരുന്നു അത് അനുഭവപ്പെട്ടത്. കാരണം ഒരു മോശമായ അനുഭവങ്ങളുടെ കടന്നുപോയതിന് ശേഷം ഒരാൾക്കുണ്ടാവുന്ന തിരിച്ചറിവിൽ നിന്നുണ്ടായ ഒരു സുബോധമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ പറയാറില്ലേ, ഈ വീണ്ടും ജനനം അല്ലെങ്കിൽ ഒരു രണ്ടാം പിറവി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, പുനർജനിക്കുക. പ്രിയപ്പെട്ട സഹോദര, ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ ഈ കോലാഹലങ്ങളും ബഹളങ്ങളും നിങ്ങളെ ഒട്ടും തളർത്തിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരിലേക്ക് ഈ സംഭവവാസങ്ങളെല്ലാം മറ്റുള്ളവർ കുറെ കൂടി റീച്ചായെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നിങ്ങൾ അറിഞ്ഞുകൂടാത്ത ഒത്തിരി പേര് നിങ്ങളെക്കുറിച്ച് അറിയുകയും നിങ്ങളുടെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരിൽ ഒരാളെന്ന നിലയിൽ ഒരു അപേക്ഷയുണ്ട്. ഇനി നിങ്ങളുടെ ഗാനങ്ങൾ മുമ്പത്തേക്കാളും മൂർച്ചയുള്ളതായി മാറട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ ലഹരി, നിങ്ങളുടെ ആ പാട്ടെഴുത്തും നിങ്ങളുടെ ലഹരി നിങ്ങളെ ഇനി വരുന്ന ഗാനങ്ങളിലും കൂടുതലാവട്ടെ. ഈ നിങ്ങളെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചിന്തകളെ ഇല്ലാതാക്കുന്ന, നിങ്ങളെ കരിയറിനെ തന്നെ നശിപ്പിക്കുന്ന മാലിന്യങ്ങളിൽ നിന്ന്, ആ ലഹരികളിൽ നിന്നൊക്കെ നിങ്ങൾ പറഞ്ഞ കണക്ക് മാറി നടക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഈ വീഡിയോ ചെയ്യാൻ കാരണവും ഇതൊക്കെ പറയാൻ കാരണം നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നിർഭയത്തോടെ കാര്യങ്ങൾ പറയാനും എഴുതാനും ഇനിയും ഞങ്ങൾ കണ്ടതിനേക്കാളും കേട്ടതിനേക്കാളും മോശമുള്ളതാകട്ടെ നിങ്ങളുടെ വരികളും ഗാനങ്ങളും. ഉള്ളിലുള്ള ഫയർ തീ പന്തമായി ആളിക്കത്തട്ടെ. ഈ ലോകം മൊത്തം അറിയപ്പെടുന്ന വലിയൊരു കലാകാരനായിട്ട് മാറട്ടെ. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എൻ്റെ സഹോദരന്മാരോടാണ്. ഇവൻ്റെ പുകവലി മദ്യപാനമൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം. ചേട്ടനോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പോയിട്ട് വരാം.